രൗദ്രം. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. രുദ്രൻ്റെ റൂമിൻ്റെ വാതിൽക്കലെത്തിയിട്ട് ദക്ഷ ഒരല്പനിമിഷം നിന്നു. എന്നിട്ട് മെല്ലെ ഡോറിൽ ഒന്ന് തട്ടി. ഡോർ തുറന്നു കിടക്കുകയായിരുന്നു. അവൾ അത് തുറന്നകത്തേക്ക് കയറി. ലക്ഷ്മിയമ്മ കുളിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. രുദ്രൻ മയക്കത്തിലും. അവൾ രുദ്രൻ്റെ അരികിലേക്ക് ചെന്നു. വിളിക്കുവാൻ ഭയമായിരുന്നു. ശാന്തമായി ഉറങ്ങുന്നവനെ നോക്കി ഇത്തിരി നേരം നിന്നു. അപ്പോഴേക്കും വാഷ്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു. ആ മോളെ, നീ എപ്പോൾ വന്നു? ലക്ഷ്മിയമ്മ സന്തോഷത്തോടു കൂടി ദക്ഷയെ നോക്കി ചോദിച്ചത് കേട്ട് രുദ്രൻ കണ്ണു തുറന്നു. അമ്മേ, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. രുദ്രേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? രാത്രി വേദന വല്ലതും ഉണ്ടായോ? ഇല്ല മോളെ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൻ സുഖമായിട്ട് ഉറങ്ങി. മോളുടെ കവളിൽ എന്തു പറ്റി? യോ, ഇതെന്താ മോളെ? ലക്ഷ്മി ചോദിക്കുന്നത് കേട്ടുകൊണ്ട് രുദ്രനും ഒരു വേള അവളുടെ മുഖത്തേക്ക് നോക്കി. ഒന്നുമില്ല ലക്ഷ്മിയമ്മേ, ഒന്നുമില്ല, വെറുതെ. അവൾ അവരെ നോക്കി ഒന്നും മന്ദഹസിച്ചു. മോളെ, നീ പറയ്, ഇതെന്താ പറ്റിയത്? നിന്നെ ആരാ അടിച്ചത്? ലക്ഷ്മി വന്നിട്ട് അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ലക്ഷ്മിയമ്മേ, ഞാൻ ഏട്ടൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വന്നതാ. എനിക്കിനി സ്കൂളിലേക്ക് പോകണം. ഞാൻ പൊയ്ക്കോട്ടെ, നേരം വൈകും. ദക്ഷ അവരെ നോക്കി പറഞ്ഞു. രുദ്രൻ്റെ മുഖത്തേക്കും അവൾ ഒന്നു നോക്കി. അവൻ ഗൗരവത്തിൽ അങ്ങനെ തന്നെ കിടക്കുകയാണ്. പോട്ടെ. രണ്ടാളെയും മാറി മാറി നോക്കി. ഒന്നുകൂടി പറഞ്ഞ ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വെളിയിലിറങ്ങിയതും ദക്ഷയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നെടുവീർപ്പോടു കൂടി അവൾ മുന്നോട്ട് നടന്നുപോയി. മോനെ, ആ കുട്ടിയെ ആരോ അടിച്ചിട്ടുണ്ട്. അവളുടെ കവളിൽ 5 വിരലും പതിഞ്ഞു കിടക്കുന്നു. വിശ്വനാഥനാണോ ആവോ? അവളൊന്നും പറയുന്നുമില്ലല്ലോ. ലക്ഷ്മി രുദ്രനോട് തൻ്റെ ആകുലത പങ്കുവച്ചു. അവൻ പക്ഷേ ഒരക്ഷരം പോലും പറയുന്നില്ല. ഓടിച്ചെന്ന് അവർ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി. ദക്ഷ നടന്നു പോകുന്നത് കണ്ടു. പാവം എൻ്റെ കുട്ടി, കാലത്തെ ഇറങ്ങിയതാ. ശോ, എന്തെങ്കിലും കഴിച്ചോന്ന് കൂടി ചോദിക്കാൻ ഓർത്തില്ല. ലക്ഷ്മിയമ്മ സ്വയം പറയുകയാണ്. അപ്പോഴും രുദ്രനൊന്നും പറഞ്ഞില്ല. ദക്ഷ സ്കൂളിലെത്തിയത് നേരത്തെയായിരുന്നു. കുട്ടികളൊക്കെ എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവൾ വരാന്തയിലൂടെ ചുറ്റി നടക്കുകയാണ്. ടീച്ചർ. തൊട്ട് പിന്നിൽ നിന്നും ആരോ വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ഉണ്ണി മാഷ്. ആ മാഷേ. അവൾ ഒന്ന് പുഞ്ചിരി തൂക്കി. ഹസ്ബൻഡ് ഓക്കെ ആയോ? ഇല്ല, ഹോസ്പിറ്റലിൽ തന്നെയാണ്. ആക്സിഡൻ്റ് ഉണ്ടായ കാര്യം ഇന്നലെ വേണുമാഷ് പറഞ്ഞപ്പോഴറിഞ്ഞു. ഞങ്ങൾ 2-3 പേര് ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നുണ്ട്. അത് സാരല്ല മാഷേ. ഏയ്, എന്തായാലും ഞങ്ങൾ വരുന്നുണ്ട്. ടീച്ചറോട് കാണില്ലേ? കാണും മാഷേ, ദക്ഷ പറഞ്ഞു. റൂം നമ്പർ ഏതാണ്? അവൾ ഉടനെ റൂമിൻ്റെ ഡീറ്റെയിൽസും ഫ്ലോറും ഒക്കെ പറഞ്ഞു കൊടുത്തു. ശരി. അയാൾ അവളുടെ അടുത്ത് നിന്ന് നടന്നുപോയി. എല്ലാവരുടെയും വിചാരം താൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നതെന്നാണ്. ആർക്കും സത്യാവസ്ഥ അറിയില്ലല്ലോ, അവൾ ഓർത്തു. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് നിതാര. ഒരു പെൺകുട്ടി അവളെ നോക്കി മധുരമായി ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. മോളെ, ഇന്ന് നീ ലേറ്റായോ? ഇത്തിരി. എന്തു പറ്റി? അമ്മയ്ക്ക് വയ്യാണ്ടായി കിടക്കുക. എന്താടാ, അമ്മയ്ക്ക് പെട്ടെന്ന് എന്തു പറ്റി? അമ്മയ്ക്ക് മഞ്ഞപ്പിത്തം പിടിച്ചു. അയ്യോ, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ? വൈദ്യൻ്റെ അടുത്ത് പോയി, കുറച്ച് പച്ചമരുന്ന് വാങ്ങി. സൂക്ഷിക്കാൻ പറയണേ, മോളും ശ്രദ്ധിക്കണം. ശരി ടീച്ചർ. നിതാര ദക്ഷയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കിയായ കുട്ടിയാണ്. അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ കുട്ടിയെ. നന്നായി പഠിക്കുന്നത് കൊണ്ടാണ്. സ്കൂളിലെത്തിയപ്പോൾ ദക്ഷ തൻ്റെ സങ്കടങ്ങളൊക്കെ മറന്നു. കുട്ടികളോടൊപ്പം ചേരുമ്പോൾ അവളല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. വളരെ സ്ട്രിക്റ്റാണ് അവൾ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ. കുട്ടികൾക്ക് ദക്ഷ ടീച്ചറോട് ഒരുപാട് സ്നേഹവുമാണ്. ദക്ഷയുടെ വിഷയങ്ങൾക്കൊക്കെ എല്ലാ കുട്ടികൾക്കും നല്ല മാർക്കുമാണ്. ഇത്തിരി പുറകോട്ട് നിൽക്കുന്ന കുറച്ചു പേരെയൊക്കെ അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഓണപ്പരീക്ഷ കഴിയുമ്പോൾ ആ കുട്ടികളെയും പഠന നിലവാരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവളുടെ തീരുമാനം. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ടൈമിൽ ദക്ഷ ലക്ഷ്മിയമ്മയെ വിളിച്ച് സംസാരിച്ചു. മോളെ, അമ്മ ഒരു കാര്യം ചോദിച്ചാൽ എൻ്റെ കുട്ടി സത്യം പറയോ? എൻ്റെ ലക്ഷ്മിയമ്മയോട് ഞാൻ ഇന്നുവരെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്നമ്മയ്ക്കറിയാം.
എന്നാലും എൻ്റെ ഉള്ളിൽ നീ കാലത്ത് ഇറങ്ങിപ്പോയപ്പോൾ മുതൽ സങ്കടമാണ്. എന്താ ലക്ഷ്മിയമ്മേ? മോളെ, നിന്നെ ആരാണ് അടിച്ചത്? അമ്മയോട് പറയേ. ലക്ഷ്മി അവളോട് ചോദിച്ചുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അത് പിന്നെ ലക്ഷ്മിയമ്മേ, ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കാണ്ട് പോകുന്നതിന് അച്ഛന് ദേഷ്യമായി. അച്ഛൻ അടിച്ചതാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഇപ്പോൾ ശീലമായി. മോളെ, എൻ്റെ കുട്ടിക്ക് എന്തിനാ ദൈവം ഇങ്ങനൊരവസ്ഥ തന്നത്? ഞാൻ എപ്പോഴും ഓർക്കും. ഏതെങ്കിലും നല്ല കുടുംബത്തിൽ ചെന്ന് കയറേണ്ട നിനക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ. അമ്മേ, ഞാൻ പിന്നെ വിളിക്കാം, വെച്ചോട്ടെ. ശരി മോളെ. ലക്ഷ്മിയമ്മ ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും രുദ്രൻ്റെ അരികിലേക്ക് വന്നു. സാരി തലപ്പ് കൊണ്ടവർ കണ്ണീർ തുടച്ചപ്പോൾ രുദ്രന് ദേഷ്യമായി. അമ്മയ്ക്കെന്താ അവളുടെ കാര്യം പറഞ്ഞ് കരയാനേ നേരമുള്ളോ? രുദ്രനെ കത്തുന്ന ഒരു നോട്ടം നോക്കിയ ശേഷം ലക്ഷ്മി അവിടെ കിടന്ന കസേരയിലിരുന്നു. എനിക്കെൻ്റെ ജീവനേക്കാൾ ഇഷ്ടമാണ് ദക്ഷയെ. അതിന് ഞാനെന്ത് വേണം? നീ ഒന്നും ചെയ്യണ്ട. നിനക്കവളെ വേണ്ടല്ലോ. എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ കുഞ്ഞിൻ്റെ വില നീ മനസ്സിലാക്കും. കണ്ടു. അമ്മയ്ക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? നിന്നോടൊന്നും പറയാനില്ല. ഇന്നലെ ആ വിശ്വനാഥൻ അവളെ തല്ലിച്ചതച്ചു. ഹോസ്പിറ്റലിൽ നിന്നോടൊപ്പം നിൽക്കാതെ വീട്ടിലേക്ക് ചെന്നതാ കാരണം. അതിനവളാണോ ഉത്തരവാദി? നീ അവളെ ആട്ടിപ്പായച്ചതുകൊണ്ടല്ലേ ആ കുട്ടി പോയത്. എന്നിട്ട് കുറ്റം മുഴുവൻ അവളുടെ തലയിലായി. പാവം, എന്തൊരു വിധിയാണ്. എനിക്ക് അവളിവിടെ നിൽക്കുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞയച്ചു. കഴിഞ്ഞു അല്ലേ മോനെ? അതെ. അവൻ മുഖം വെട്ടിച്ചു. അമ്മയും മകനും കൂടി ഉടക്കിക്കൊണ്ട് നിന്നപ്പോൾ അവരുടെ ബന്ധുമിത്രാദികളിൽ ആരൊക്കെയോ രുദ്രനെ കാണാൻ വന്നു. രുദ്രൻ്റെ അപ്പച്ചിയായിരുന്നു അത്. തറവാട്ടിലിപ്പോൾ ചൂടുപിടിച്ച ചർച്ചയാണ് നടക്കുന്നത്. അടുത്ത ആഴ്ച പട്ടതിരിപ്പാടിനെ വിളിക്കുന്നു. പ്രശ്നം വയ്ക്കുന്നതിനെക്കുറിച്ച് രുദ്രൻ്റെ അച്ഛൻ്റെ പെങ്ങൾ അവരെ അറിയിച്ചു. ഇതിലൊക്കെ ഇപ്പോഴും വിശ്വാസമുണ്ടോ മോനെ? അപ്പച്ചി ചോദിച്ചപ്പോൾ വരട്ടെ നോക്കാം എന്നായിരുന്നു അവൻ്റെ മറുപടി. അന്ന് സ്കൂളിൽ നിന്നും ദക്ഷ ഇറങ്ങിയപ്പോൾ 2 മാഷുമാരും 2 ടീച്ചേഴ്സും അവളുടെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് വരുവാനായി തയ്യാറെടുത്തു. സത്യത്തിൽ ദക്ഷയ്ക്ക് അവർ വരണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. കാരണം രുദ്രൻ്റെ പെരുമാറ്റം ഏത് രീതിയിലാകുമെന്നുള്ളത് അവൾക്കറിയില്ല. അതുകൊണ്ട് അവൾ പരമാവധി അവരെയൊക്കെ ഒഴിവാക്കുവാനായി ശ്രമിച്ചതാണ്. എന്നാൽ ടീച്ചറുടെ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞങ്ങൾ സഹപ്രവർത്തകർ വന്നില്ലെങ്കിൽ വളരെ മോശമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേണുമാഷായിരുന്നു മുൻകൈ എടുത്തത്. പിന്നീട് യാതൊരു ഗത്യന്തരവുമില്ലാതെ ദക്ഷയും അവരുടെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഏകദേശം 5 മണിയായി അവരെല്ലാവരും ഹോസ്പിറ്റലിൽ വന്നപ്പോൾ. വേദ ഡോറി തട്ടിയപ്പോൾ ലക്ഷ്മിയമ്മ എഴുന്നേറ്റ് വന്നു. അമ്മേ. ആ മോളെ. അവളുടെ പിന്നെ നിൽക്കുന്നവരെയൊന്നും ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായില്ല. അമ്മേ, ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അധ്യാപകരാണ്. അവൾ പറയുന്ന കേട്ടതും രുദ്രൻ പതിയെ മുഖം ചരിച്ചു. വേണുമാഷിനെ അവന് പരിചയമുണ്ടായിരുന്നതിനാൽ അവനൊന്ന് പുഞ്ചിരിച്ചു. ടീച്ചേഴ്സിനോടൊക്കെ ലക്ഷ്മിയമ്മ സംസാരിക്കുന്നുണ്ട്. സാർമാരകത്തേക്ക് കയറി വന്ന് രുദ്രൻ്റെ അരികിലായി നിന്നു. ഇരിക്കും മാഷേ. അവൻ കസേരയിലേക്ക് വിരൽ ചൂണ്ടി. വേണുമാഷും കൂടെയുണ്ടായിരുന്ന ഉണ്ണിമാഷും കൂടി അവിടെ കിടന്ന 2 കസേരകളിലായിരുന്നു. എങ്ങനെയുണ്ട്? ഇപ്പം ക്ഷീണമൊക്കെ പോയോ? ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. 4-5 ദിവസം കൂടി കിടക്കേണ്ടി വരും. ഡോക്ടർ അങ്ങനെ പറഞ്ഞു. ഈ കിടപ്പിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ? അതെ, വേറെ നിവൃത്തിയില്ലല്ലോ. അവൻ പറഞ്ഞതും അവർ ചിരിച്ചു. ദക്ഷയും ടീച്ചേഴ്സും കൂടി രുദ്രൻ്റെ അടുത്തേക്ക് വന്നു. ഞങ്ങളെ പരിചയം കാണില്ലല്ലേ? ദക്ഷയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. ആ. അവൻ തലകുലുക്കി. എങ്ങനെയുണ്ട്? രുദ്രൻ എന്നല്ലേ പേര്? അതെ, കുറവുണ്ട്. എന്തൊക്കെയായാലും രുദ്രൻ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അധ്യാപകരോടൊക്കെ പെരുമാറിയത്. സത്യം പറഞ്ഞാൽ ദക്ഷയ്ക്ക് നല്ല ഭയമായിരുന്നു. എങ്ങനെയാകും ഇവൻ്റെ സമീപനമെന്നോർത്ത് അവൾ ശരിക്കും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാണ് വന്നത്. എന്തൊക്കെയായാലും അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. രുദ്രനോട് അധ്യാപകർക്കൊക്കെ വലിയ താല്പര്യമായിരുന്നു. ലക്ഷ്മിയമ്മയോട് അതിനേക്കാൾ താല്പര്യമായിരുന്നു അവർക്കെല്ലാവർക്കും. അമ്മയും നല്ല സ്നേഹത്തോടെയാണ് പെരുമാറ്റവും സംസാരവും ഒക്കെ. അരമണിക്കൂറോളം അവിടെ ഇരുന്നിട്ടാണ് അവർ പോകുവാനായി ഇറങ്ങിയത്. ദക്ഷ ടീച്ചർ ഇവിടെ നിൽക്കുവാണോ? കൂടെ നിന്നിരുന്ന ഒരു ടീച്ചർ അവളോട് ചോദിച്ചു. അല്ല, ഞാൻ പോകും.
ഇവിടെ ഏട്ടൻ്റെ ഒപ്പം ഒരാൾ മാത്രമാണ് നിൽക്കുന്നത്. ഓ, അങ്ങനുണ്ടല്ലേ. അപ്പം ടീച്ചർ കാലത്തെ ഇവിടെ വന്നിട്ടാണോ സ്കൂളിലേക്ക് എത്തിയത്? അതേ എന്ന് അവൾ തലകുലുക്കി. അപ്പോൾ കുറേ സമയമെടുക്കുമല്ലോ ടീച്ചറെ. ദക്ഷ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, നേരം കുറിച്ചായല്ലോ. രുദ്രനെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, റെസ്റ്റ് എടുത്തോളൂ. വേണുമാഷ് പറഞ്ഞപ്പോൾ അവൻ വെറുതെ മന്ദഹസിച്ചുകൊണ്ട് കിടന്നതേ ഉള്ളൂ. വൈകാതെ തന്നെ അവർ 4 പേരും മടങ്ങിപ്പോയി. മോളെ, നിനക്ക് വിശക്കുന്നില്ലേ? ഇവിടെ പഴംപൊരിയൊക്കെ ഇരിപ്പുണ്ട്. പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ ചായയും അമ്മ എടുത്തിട്ട് വരാം. ലക്ഷ്മിയമ്മ പെട്ടെന്ന് തന്നെ ദക്ഷയ്ക്ക് കഴിക്കുവാൻ കൊടുക്കുവാനായി തുടങ്ങി. വേണ്ടമ്മേ, ഒന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇത്ര നേരം കിടന്ന കുട്ടികളോടൊക്കെ വായലച്ചിട്ട് ചായ കുടിച്ച് പോയാൽ മതി. എനിക്കിപ്പം തന്നെ നേരം വൈകി. ഞാൻ വീട്ടിലെത്തുമ്പോൾ രാത്രിയാവും. ഞാൻ പൊയ്ക്കോട്ടെ, നാളെ കാലത്തെ വരാം. ദക്ഷ ലക്ഷ്മിയമ്മയെ തടഞ്ഞു. പെട്ടെന്നായിരുന്നു ലക്ഷ്മിയമ്മയുടെ ഫോൺ ശബ്ദിച്ചത്. അവരത് എടുത്തു നോക്കിയപ്പോൾ പത്മിനിയാണ്. ഹലോ പത്മിനി ചേച്ചി, ലക്ഷ്മി ഫോണിലൂടെ വിളിച്ചു. ഞാൻ മാഷുമാരോടൊക്കെ പറഞ്ഞതായിരുന്നു, ആരും വരേണ്ട കാര്യമില്ല, രുദ്രേട്ടൻ ഓക്കെ ആയിന്ന്. അവർക്ക് കണ്ടേ തീരുമെന്ന് വാശി, അതുകൊണ്ട് വന്നതാ. സോറി കേട്ടോ. ദക്ഷ രുദ്രൻ്റെ മുഖത്ത് നോക്കാതെ പറയുകയാണ്. അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. പെട്ടെന്നവൻ പറഞ്ഞതും ദക്ഷ ഒന്നും അല്ലാതെയായി. രുദ്രേട്ടന് വേദനയൊക്കെ കുറവുണ്ടോ? അവൻ മൂളി. പോയേക്കുവാ. അന്നും അവൾ അവൻ്റെ കൈത്തണ്ടയിൽ ഒന്ന് പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവനപ്പോഴും അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. ലക്ഷ്മിയമ്മയോട് യാത്ര പറഞ്ഞ് അവൾ പുറത്തേക്ക് വേഗത്തിൽ നടന്നുപോയി. വീട്ടിൽ ചെല്ലുമ്പോൾ 8 മണിയെങ്കിലും ആകുമെന്ന് അവൾ ഓർത്തു. ഇന്നിനി അച്ഛൻ്റെ വായിൽ നിന്ന് എന്തൊക്കെയാവും വീഴുന്നത്. പാവം ദക്ഷ, അവൾക്കതായിരുന്നു പേടി. അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് കവലയിലോട്ടൊന്ന് നിൽക്കാൻ പറയാമല്ലോ എന്നോർത്ത് അവൾ ബസ് സ്റ്റോപ്പിലേക്ക് വേഗത്തിൽ പോയി. ഭാഗ്യം പോലെ പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. സീറ്റ് കിട്ടിയ ശേഷമാണ് അവൾ അമ്മയെ വിളിക്കാനായി ഫോൺ എടുത്തത്. അപ്പോഴാണ് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നത് അവളുടെ ദൃഷ്ടിയിൽപ്പെടുന്നത്. തൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്ന വനജ ടീച്ചറുടെ മെസ്സേജ്. മോളെ ദക്ഷ, രുദ്രനും ആ അമ്മയുമൊക്കെ നിൻ്റെ ഭാഗ്യമാണ്. എന്തൊരു സ്നേഹനിധിയായ അമ്മ. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മയുടെ കാര്യം പറയുമായിരുന്നു. അതുപോലെ തന്നെ രുദ്രനും. ആ അമ്മയുടെ മകനല്ലേ. എന്തായാലും ഒക്കെ നിൻ്റെ ഭാഗ്യം. പിന്നെ നിങ്ങൾ രണ്ടാളും നല്ല മാച്ചാണ്. ശരിക്കും ശ്രീപാർവതിയും പരമശിവനുമാണെന്ന് ഞങ്ങൾ ഓർത്തുപോയി. അല്ല, നിങ്ങളുടെ പേരും അങ്ങനെയാണല്ലോ. ടീച്ചറുടെ മെസ്സേജ് വായിച്ചതും സത്യത്തിൽ ദക്ഷയ്ക്ക് കണ്ണ് നിറയുകയായിരുന്നു. ടീച്ചർ പറഞ്ഞത് സത്യമാണ്. സ്നേഹനിധിയായ അമ്മ. ലക്ഷ്മിയമ്മയ്ക്ക് തന്നെ ജീവനാണെന്ന് അവൾക്കറിയാം. എന്നാൽ രുദ്രേട്ടൻ, ആൾക്ക് തന്നെ കണ്ണിന് കണ്ടൂടാ. മാഷുമാരോടും ടീച്ചേഴ്സിനോടുമൊക്കെ എത്ര താല്പര്യമായിട്ടാണ് സംസാരിച്ചത്. താനെന്തെങ്കിലും ചോദിച്ചാൽ ആൾക്ക് ദേഷ്യം. അത് മുഴുവൻ മുഖത്ത് പ്രതിഫലിച്ച് നിൽക്കും. ഓരോന്നോർത്തുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ എത്തിയതുപോലും ദക്ഷ അറിഞ്ഞിരുന്നില്ല. അമ്മയെ വിളിച്ചില്ലല്ലോ എന്ന് അവൾ അപ്പോഴാണ് ഓർത്തത്. സന്ധ്യ നന്നായി മയങ്ങി തുടങ്ങിയിരിക്കുന്നു. വഴിയിലൊക്കെ ഇരുട്ട് വീണിട്ടുണ്ട്. ബസ് ഇറങ്ങിയിട്ട് ദക്ഷ ഫോൺ കയ്യിലെടുത്തു. അമ്മയെ വിളിച്ചപ്പോൾ താൻ ഇവിടെ നിൽപ്പുണ്ടെന്നും ഇങ്ങോട്ട് പോരാനും അമ്മ അറിയിച്ചു. അങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴാണ് അവൾ ഒരാളെ കാണുന്നത്. അനന്തൻ, വിലാസിനിയുടെ മകൻ. അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. ദക്ഷ നടന്നു വരുന്നത് നോക്കി ഒരു വഷളൻ പുഞ്ചിരിയോടെ അവൻ അങ്ങനെ നിന്നു. തുടരും. സപ്പോർട്ട് തരണേ, എങ്കിലേ എഴുതാനൊരു സുഖമുള്ളൂ. അതാണ് കേട്ടോ സുഹൃത്തുക്കളെ.